രാത്രിയിൽ വഴിയാത്രക്കാരെ പള്ളിയിൽ ഉറങ്ങാൻ അനുവദിക്കാറില്ല. പെട്ടെന്ന് ഇറങ്ങിക്കൊള്ളണം. പള്ളി പരിപാലകന്റെ ശകാരം കേട്ട് ഞെട്ടി ഉണർന്ന് തൻ്റെ ഭാണ്ഡവും തോളിലേന്തിയിട്ട് കുരാക്കൂരിരുട്ടിലൂടെ മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഇങ്ങനെ നടന്നു നീങ്ങുകയാണ്. മുമ്പിൽ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഇന്ന് രാത്രി ഉറങ്ങാനുള്ള ഒരിടം വേണം. തൻ്റെ അന്വേഷണത്തിനൊടുവിൽ മലയുടെ അങ്ങേ അറ്റത്ത് ചെറിയൊരു അരണ്ട വെളിച്ചം കാണുന്നുണ്ട്. മറ്റൊന്നും ചിന്തിച്ചില്ല, വെളിച്ചം കണ്ട ദിശയിലേക്ക് പതുക്കെ നടന്നു നീങ്ങി. അടുത്ത് ചെന്നപ്പോൾ ചെറിയൊരു കൂര ഒരു മരപ്പലക കൊണ്ട് വാതിലായി ചാരി വെച്ചിരിക്കുന്നു. പതുക്കെ കതകിൽ മുട്ടിയപ്പോൾ ഒരു പ്രായം തോന്നിക്കുന്ന ഒരാൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നു. അദ്ദേഹം ചോദിച്ചു, താങ്കൾ ആരാണെന്ന്. അരണ്ട വെളിച്ചത്തിൽ ആളത്തിരിയാതെ അദ്ദേഹം ചോദിച്ചപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, ഞാനൊരു വഴിയാത്രക്കാരനാണ്, ഇന്ന് രാത്രി ഉറങ്ങാനുള്ള ഒരിടം അന്വേഷിച്ച് നടക്കുകയാണെന്ന്. അദ്ദേഹം സമ്മതം കൊടുത്തു. അങ്ങനെ ആ വീട്ടിൽ ഇങ്ങനെ കഴിച്ചു കൂട്ടിയപ്പോൾ തൊട്ടപ്പുറത്ത് വീട്ടുകാരൻ്റെ റൂമിൽ നിന്ന് എന്തോ ഒരു പതിഞ്ഞ സ്വരം കേൾക്കുന്നുണ്ട്. മഹാനവറുകൾ കാത് കൂർപ്പിച്ച് ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ അദ്ദേഹം ഇസ്തിഗ്ഫാർ ചൊല്ലി ഇരിക്കുകയാണ്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ദിക്ർ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, സഹോദര, നിങ്ങൾ എന്താണ് ഉറങ്ങാതെ ഇങ്ങനെ ഇസ്തിഗ്ഫാർ ചൊല്ലി ഇരിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ ജീവിതത്തിൽ 12 വർഷമായി ഇങ്ങനെ അർദ്ധരാത്രികളിൽ എഴുന്നേറ്റിരുന്ന് ഇസ്തിഗ്ഫാർ ചൊല്ലാറുണ്ട്. മഹാനവറുകൾ ചോദിച്ചു, 12 വർഷം ഇസ്തിഗ്ഫാർ ചൊല്ലിയിരിക്കാൻ നിങ്ങൾ എന്തെങ്കിലും വലിയ തെറ്റുകൾ ചെയ്തിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞു, എനിക്കെടുത്താൽ പൊന്താത്ത ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം ഈ ഇസ്തിഗ്ഫാർ കൊണ്ട് എനിക്ക് പൂർത്തീകരിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരൊറ്റ ആഗ്രഹം കൂടി ബാക്കിയുണ്ട്. അതുകൂടി പൂർത്തീകരിച്ചാൽ ഈ ലോകത്ത് നിന്ന് മരിക്കുന്നതിൽ പോലും ഞാൻ സംതൃപ്തനാണെന്ന് പറഞ്ഞപ്പോൾ മഹാനായ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ വളരെ ആശ്ചര്യത്തോടെ അദ്ദേഹത്തോട് ചോദിച്ചു, 12 വർഷത്തെ ഇസ്തിഗ്ഫാറിലും പൂർത്തീകരിക്കാത്ത ആ ഒരു ആഗ്രഹം എന്നോട് പങ്കുവെക്കുന്നതിൽ എന്തെങ്കിലും പ്രയാസമുണ്ടോ? അദ്ദേഹം കരഞ്ഞു കലങ്ങിയ ചെറിയ കണ്ണുകളിൽ മഹാനവറുകളോട് പങ്കുവെക്കാൻ തുടങ്ങി. എൻ്റെ ജീവിതത്തിലെ അവസാനത്തെ ഒരാഗ്രഹം എന്ന് പറയുന്നത് ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന 10 ലക്ഷം ഹദീസ് മനപ്പാടമുള്ള 10,000 ആളുകൾക്ക് ദർസ് നടത്തുന്ന ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ കണ്ടിട്ട് മരിക്കണം എന്ന ഒരൊറ്റ ആഗ്രഹം കൂടി എനിക്ക് ബാക്കിയുണ്ട്. ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥനകൾക്കൊടുവിൽ ഞാൻ അള്ളാഹുവിനോട് പറയാറുണ്ട്, അള്ളാഹുവെ മരിക്കുന്നതിൻ്റെ മുമ്പ് അഹ്മദ് ബിൻ ഹംബലിനെ എനിക്കൊന്ന് കാണിച്ചു തരണേന്ന്. ഇതങ്ങ് പറഞ്ഞപ്പോൾ കാൽ മുതൽ തലവരെ തരിച്ചു തുടങ്ങിയ അഹ്മദ് ബിൻ ഹംബൽ ആ സഹോദരനെ ഇങ്ങ് ചേർത്ത് നിർത്തിയിട്ട് പറഞ്ഞു, എന്നാ നിങ്ങളുടെ ഇസ്തിഗ്ഫാർ നിർത്താൻ സമയമായിട്ടുണ്ട്. ഞാനാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ എന്നങ്ങ് പറഞ്ഞപ്പോൾ തൻ്റെ അവസാനത്തെ ആഗ്രഹവും പൂർത്തീകരിച്ച് കിട്ടിയ സന്തോഷത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് അദ്ദേഹം ലോകത്തോട് വിട പറയുന്നുണ്ട്. പറഞ്ഞു വന്നത്, അദ്ദേഹം ആ ആത്മാർത്ഥമായ ഇസ്തിഗ്ഫാറിൽ അല്ലാഹു തആല പള്ളിയിൽ ഉറങ്ങേണ്ട ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ അതിഥിയായി വീട്ടിൽ എത്തിച്ചു കൊടുത്തിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളും ആവശ്യങ്ങളൊക്കെ മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ടാകും. അർദ്ധരാത്രികളിൽ എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ ആത്മാർത്ഥമായി എഴുന്നേറ്റിരുന്നു കൊണ്ട് മനസ്സറിഞ്ഞ് ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് ചോദിച്ചാൽ അതെല്ലാം പൂർത്തീകരിച്ചു തരാൻ അള്ളാഹു തയ്യാറാണ്. ഉദ്ഊനി അസ്തജിബ് ലക്കും, നിങ്ങൾ ചോദിച്ചോ ഞാൻ തരാം എന്ന് അള്ളാഹു വാഗ്ദാനം നൽകിയതാണ്. മനസ്സറിഞ്ഞ ഒരു ചോദ്യം മാത്രമേ അവിടെ ആവശ്യമുള്ളൂ.